ഹലോ ഗൈസ്, അനിമെന്റോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിന്റെ ചാപ്റ്റർ 1128 മലയാളം എക്സ്പ്ലനേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയാതെ നേരെ ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്റർ 1128 RPG റോൾ പ്ലേയിങ് ഗെയിം. അതെന്താണ് ഇനിയിപ്പോൾ ഈ സ്ട്രോ ഹാറ്റ്സ് ഇപ്പോൾ പെട്ടിരിക്കുന്നത് വല്ല വീഡിയോ ഗെയിം കൈൻഡ് ഓഫ് സെറ്റപ്പിൽ വല്ലതാണെന്നാണോ ഇനി അതിൻ്റെ ഹിന്റ്? എന്തായാലും നമുക്കത് ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാക്കാം. ചാപ്റ്ററിലേക്ക് പോവാം. അപ്പോൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ സാഞ്ചി നാമിയെ പൊക്കി എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ സാഞ്ചി പറയുന്നുണ്ട് ഇതൊരു സ്വപ്നമാണെങ്കിൽ ഇവിടെ ആണുങ്ങളെ ഒന്നും കാണാൻ യാതൊരു വഴിയില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിപ്പോൾ നമുക്കത് ലോജിക്കലായിട്ടുള്ള ഒരു ചിന്തയാണ്. കാര്യം സാഞ്ചിയുടെ സ്വപ്നത്തിൽ ആണുങ്ങൾ വരാൻ ഒരു ചാൻസും ഇല്ല. ഒന്നെങ്കിൽ മെർമെയ്ഡ്സ്, അല്ലെങ്കിൽ പിന്നെ സ്ട്രോ ഹാറ്റ് ക്രൂവിലെ ഉള്ളതാണെങ്കിൽ നാമിയെയും റോബിനെയും മാത്രമേ കാണാൻ വഴിയുള്ളൂ. ഉടനെ നാമി സാഞ്ചിയോട് ചോദിക്കുന്നുണ്ട്, നീ അപ്പോൾ എന്ത് തരം സ്വപ്നങ്ങളൊക്കെയാണ് കാണുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ. ഉടനെ സാഞ്ചി അപ്പം നാമിയോട് പറയാണ്, നമ്മളപ്പോൾ താഴോട്ട് ചാടാൻ പോവാണ്, നാമി സാൻ പിടിച്ചിരുന്നോ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് സാഞ്ചി താഴോട്ട് എടുത്ത് അങ്ങ് ജമ്പ് ചെയ്യുകയാണ്. അപ്പം അവിടുത്തെ ആ കൊട്ടാരത്തിലെ ടോയ് ആ പീസുകളൊക്കെ കുറേ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നുണ്ട്. അപ്പോൾ സാഞ്ചി പറയുന്നുണ്ടോ ഇത് പിന്നെ എല്ലാം പൊടിഞ്ഞു വീഴുകയാണല്ലോ എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ അവർ താഴേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട്. താഴെ ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ ചുറ്റും എല്ലാം ഈ ടോയ് ഹൗസ്, ആ ലെഗോ പീസസ് കൊണ്ടുണ്ടാക്കിയ അതുപോലത്തെ വീടുകളാണ് ചുറ്റും കാണുന്നത്. നടുക്കായിട്ട് ആ ഈ ഡ്രസ്സിൽ മരവും കാണാം. അപ്പോൾ സോറോ ഇങ്ങനെ അവരുടെ അടുത്ത് പറയുകയാണ്, ഞാൻ ഈ ടൗണിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ്, ഞാൻ എഴുന്നേറ്റപ്പോൾ അവിടെ ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്തോ ബഹളമൊക്കെ കേട്ടിട്ടാണ് ഞാൻ വന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ലൂഫി ആ ജയന്റ് റാബറ്റിനെ, അതായത് ഇയർ ഗോഡ് ഉണ്ടല്ലോ മിമിഗാമി, അതിനെ തോൽപ്പിക്കുന്നതാണ് ഞാൻ കണ്ടതെന്ന് ഇങ്ങനെ സോറോ പറയുന്നുണ്ട്. അപ്പോൾ ലൂഫി ഉസോപ്പിനോട് പറയുന്നുണ്ട്, നിനക്ക് ആ പൂച്ചരാക്ഷസിനെ നിനക്ക് വേണമെങ്കിൽ തോൽപ്പിക്കായിരുന്നു ഉസോപ്പ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ലൂഫിക്ക് അതിൻ്റെ ഒരു വിഷമമുണ്ട് ഉസോപ്പ് അതിനെ തോൽപ്പിക്കാഞ്ഞതിൻ്റെ. അപ്പോൾ ഉസോപ്പ് പറയുകയാണ്, ഞാൻ എഴുന്നേറ്റപ്പോഴേ ഞാൻ അതിൻ്റെ വായിലായിരുന്നു, അപ്പോൾ ഞാൻ ആകെ പേടിച്ച് വരണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ ഉസോപ്പ് ഇങ്ങനെ പറയുന്നുണ്ട്. ശേഷം ഉസോപ്പിന്റെ ഒരു ഗസ് പറയുകയാണ്, അതായത് നമ്മളിപ്പോൾ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ എൽബാഫിലെ വാരിയേഴ്സിന്റെ ടൈപ്പ് ഡ്രസ്സാണ്, പക്ഷേ ഇത് എൽബാഫ് ആവാൻ ഒരു വഴിയില്ല എന്ന് ഉസോപ്പ് പറയുന്നുണ്ട്. കാര്യം ഈ ഡ്രസ്സൊന്നും ജയൻസിന്റെ സൈസിനുള്ളതല്ല, ഇവർക്ക് ഫിറ്റ് ആവുന്ന ടൈപ്പ് ഡ്രസ്സുകളാണല്ലോ ഇട്ടിരിക്കുന്നത്. അപ്പൊ നാമി ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കുക, അതായത് നമ്മളിപ്പോൾ എൽബാഫിലാണ്, അതേപോലെ നമ്മൾ ജയൻസിന്റെ സൈസിലേക്ക് നമ്മൾ മാറിയതാണെങ്കിലോ, അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കുക, അപ്പൊ ഈ ഡ്രസ്സെല്ലാം ഫിറ്റ് ആവുമല്ലോ. അങ്ങനെ നാമി പറയാണ്. പിന്നെ നാമി അവിടെ അടുത്തുള്ള ഒരു മരത്തിലൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട്. അതും ഈ ലെഗോ ബ്ലോക്സ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു മരമാണ്. അപ്പം നാമി പറയുന്നുണ്ട് ഇതൊരു മരമാവാൻ ഒരു വഴിയില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്താ ഇങ്ങനെയെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ സോറോ പറയാണ്, പട്ടണത്തിൽ ആൾക്കാരുണ്ട്, അവിടെ നിന്നാണല്ലോ സോറോ വന്നത് ഇങ്ങോട്ട്, അപ്പോൾ അവിടെ പോയി ആൾക്കാരോട് ചോദിക്കാം, അല്ലാതെ നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം എത്ര വലുതാണെന്ന് നോക്ക്, നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും കടലിലേക്ക് എത്താൻ പോകുന്നില്ല എന്നിങ്ങനെ സോറോ പറയുന്നുണ്ട്. അപ്പോൾ ലൂഫിയും പറയാണ്, എന്നാൽ നമുക്ക് പട്ടണത്തിലേക്ക് പോകാമെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സാഞ്ചി പറയുന്നുണ്ട്, നമ്മുടെ ക്രൂവിലുള്ളവരെല്ലാം ഈ പട്ടണത്തിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ ഉസോപ്പ് ചോദിക്കുകയാണ്, അതെങ്ങനെ നിനക്ക് പറയാൻ പറ്റുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാഞ്ചി പറയാണ്, എനിക്ക് ഇവിടെ ഒന്നും റോബിൻ ചാൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. സ്ത്രീകളുള്ള സ്ഥലമൊക്കെ സാഞ്ചി മണത്ത് കണ്ടുപിടിക്കുമല്ലോ. അപ്പം നാമി സാഞ്ചിയെ ട്രോളുന്നുണ്ട്, നീ എന്താടാ പട്ടിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്, മണത്ത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉസോപ്പ് പറയാണ്, വാ എന്നാ നമുക്ക് ടൗണിലേക്ക് പോയി ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കാമെന്ന് ഇങ്ങനെ പറയുന്നു. അപ്പോൾ ലൂഫി പറയാണ്, എനിക്കൊരു വലിയ സാഹസിക യാത്ര മണക്കുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുന്നു. അപ്പോൾ നാമി പിന്നെയും ചോദിക്കുന്നുണ്ട്, നീയൊക്കെ എന്താടാ ഒരുമാതിരി ടൂർ വന്ന പോലെ പെരുമാറുന്നത്, ഈ സ്ഥലത്തിന്റെയൊക്കെ നിഗൂഢത എന്തുമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? അതായത് ഇത്രയ്ക്ക് വലിയ തുറന്നൊരു സ്പേസ് ആയിട്ട് കൂടി ഇവിടെ എങ്ങും ഒരു കാറ്റടിക്കുന്നില്ല, നിങ്ങളതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് നാമി ചോദിക്കുന്നുണ്ട്. അപ്പം നാമി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ സാഞ്ചി നാമിയോട് പറയുന്നുണ്ട്, നാമി സാൻ പേടിക്കാതിരിക്കൂ, ടെൻഷൻ അടിക്കാതിരിക്കൂ, ഞാനില്ലേ കൂടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സോറോ ഇങ്ങനെ പറയുന്നുണ്ട്, അതെ ആരോ വരുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുന്നു. അപ്പോൾ നമുക്കും കാണാം ആരോ ഇങ്ങനെ ദൂരെന്ന് ഇങ്ങനെ വരുന്നുണ്ടെന്ന് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ലൂഫി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു പുൽച്ചാടി ബൈക്കാണ്. ഒരു പുൽച്ചാടിയെ ബൈക്കായിട്ട്, ഒരു ജയന്റ് പുൽച്ചാടിയെ ബൈക്കായിട്ട് ഉപയോഗിച്ച ഒരാൾ ഇങ്ങനെ വരികയാണ്. പക്ഷേ ആ ബൈക്കിന് കൊണ്ടൊക്കെ ഇരിക്കുന്ന ആൾ, അയാൾ ജയന്റ് ഒന്നും അല്ല, അയാളൊരു സാധാ നോർമൽ ഒരു മനുഷ്യനാണ്. അപ്പോൾ അയാൾ ഇവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ഏതാ, ഇവിടെ കണ്ടിട്ടില്ലല്ലോ, വരത്തന്മാരാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലൂഫി ആ പുൽച്ചാടിയെ കണ്ടിട്ട്, അയ്യോ പുൽച്ചാടി കിടിലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നാമി സാഞ്ചി ആകെ ഇങ്ങനെ വിറച്ചിങ്ങനെ നിൽക്കുകയാണ്. കാര്യം അവർക്ക് ഈ പുൽച്ചാടി അങ്ങനത്തെ പ്രാണികളെ കാര്യങ്ങളെയൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ആണല്ലോ. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ പ്രാണികളുടെ അടുത്തൊന്നും നിൽക്കാൻ പറ്റൂല എന്നിങ്ങനെ രണ്ടുപേരും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ലൂഫി അയാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാ പാപ്പ, ഇതേതാ സ്ഥലം, അതേപോലെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ബൈക്കുകാരൻ പറയുന്നുണ്ട്, ഇതിനെല്ലാത്തിനും ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കാനൊന്നും എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞിട്ട് അയാൾ പറയാണ്, ഈ സ്ഥലമെല്ലാം സൺഗോഡിൻ്റെ അധികാരത്തിലുള്ളതാണ്. അതേപോലെ തന്നെ ഈ ബൈക്കുകാരൻ
ഇയാള് ആ നാമി കടന്നിരുന്ന ബിഗ് സ്റ്റെയിൻ കാസ്റ്റിലുണ്ടല്ലോ അതിന്റെ ഓണറായിട്ടുള്ള ലോർഡ് ഇസ്കാത്തിന്റെ ഒരു ജോലിക്കാരനാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ലൂഫി ഇങ്ങനെ ചോദിക്കുകയാണ്, ആ കാസ്റ്റിലിന്റെ ഓണറോ? അപ്പം ശരിക്കും ആ കൊട്ടാരത്തിൽ ഒരാളുണ്ടായിരുന്നെന്നാണോ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നു. അപ്പൊ ഇയാൾ പറയാണ് ഒരാളൊന്നും അല്ല, അതൊരു പൂച്ചയാണെന്ന് ഇങ്ങനെ പറയുന്നു. ഉടനെ ലൂഫി അയ്യോ പൂച്ചയായിരുന്നു, ആ പൂച്ചയുടെ കാര്യം എന്നിങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഉസോപ്പ് ലൂഫിയുടെ വായങ്ങ് കയറി പൊത്തും, ഇല്ലെങ്കിൽ ലൂഫി അവിടെ നടന്ന കാര്യങ്ങൾ മൊത്തം പറയുമല്ലോ. അപ്പോൾ ഇയാൾ ബൈക്കുകാരൻ പിന്നെയും ബാക്കി പറയാണ്. അയാൾ പറയാണ് ഇത് ഒരു ദൈവങ്ങളുടെ ഒരു രാജ്യം, അതായത് ലാൻഡ് ഓഫ് ഗോഡ്സ് എന്ന് വേണമെങ്കിൽ ഈ സ്ഥലത്തിനെ പറയാം എന്നിങ്ങനെ പറയുന്നു. അപ്പൊ എന്നിട്ട് അയാൾ പറയാണ് എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിനി പോയിട്ട് വേണം നീഡിൽ ഗോഡിന്, അതായത് സൂചി ദൈവത്തിന് പോയി തീറ്റ കൊടുക്കണമെന്ന് ഇങ്ങനെ പറയും. അതായത് നാമി ആ ഷോക്കടിച്ച് കരിച്ചിട്ടേക്കുന്ന മുള്ളംപന്നിയെയാണ് നീഡിൽ ഗോഡ് എന്ന് പുള്ളി വിളിച്ചത്. അപ്പൊ അതിന് തീറ്റ കൊടുക്കാൻ പോകണം. അപ്പൊ നാമിയുടെ എക്സ്പ്രഷനൊക്കെ മാറുന്നുണ്ട് മുഖത്തിന്റെ. അപ്പൊ അതേപോലെ ഇയാൾ പറയുന്നു ഇന്ന് ടൗണിൽ ഒരു പ്രശ്നം നടന്നു, അതായത് ഞങ്ങളുടെ ഇയർ ഗോഡിനെ മിമിഗാമിയെ ആരോ തീയിട്ട് ചുട്ടു. അപ്പം അതുകൊണ്ട് അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വൈകിപ്പോയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതും ലൂഫിയുടെ പണിയാണല്ലോ. സോറോയും സാഞ്ചിയും നാമിയും നോക്കിക്കോ, ഒന്നും അറിയാത്ത പോലെ സൈഡിലോട്ട് നോക്കി വിസിലൊക്കെ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ പിന്നെ അയാൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് വിശപ്പുണ്ടെങ്കിൽ ടൗണിലോട്ട് പോയാൽ മതി, അവിടുന്ന് ഫുഡ് വല്ലതും മേടിച്ച് കഴിക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അയാൾ പറയുന്നുണ്ട് നിങ്ങളുടെ രക്ഷയെ കരുതിയ ഒരു കാര്യം പറയാം, അതായത് ഈ ബിഗ് സ്റ്റെയിൻ കാസ്റ്റിലിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നിങ്ങൾ പോകരുതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ലൂഫി ചോദിക്കുകയാണ് അതെന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയാണ് അവിടെ സൺ ഗോഡിന്റെ ഒരു ടെമ്പിൾ ഉണ്ട്, അപ്പം അതിന് കാവൽ നിൽക്കുന്നത് ഭയങ്കര ശക്തരായിട്ടുള്ള കാവൽക്കാരാണ്. അപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്, ഇതുവരെ അങ്ങോട്ട് പോയവരിലൊന്നും ജീവൻ അവിടെ തിരിച്ചു വന്നിട്ടില്ല എന്ന് പറയാണ്. ഉടനെ ഇത് കേട്ടപ്പോഴത്തേക്ക് നാമി പറയാണ് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു ഡയലോഗ് അടിക്കാൻ പാടില്ലായിരുന്നെന്ന് പറയുന്നുണ്ട്. ലൂഫിയെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ലൂഫി പോകുമല്ലോ അങ്ങോട്ട്. അപ്പോൾ ഇത് കേട്ടപ്പോഴേ ലൂഫി ഉടനെ ജെറ്റ് വിട്ട പോലെ അങ്ങോട്ട് തന്നെ ഓടുകയാണ്. അപ്പോൾ ഉസോപ്പും സാഞ്ചിയും നാമിയും ഒക്കെ കൂടെ അവിടെ നിൽക്കടാന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, എവിടെ നിൽക്കാൻ. അപ്പോൾ ഉസോപ്പ് ആ ബൈക്കുകാരൻ്റെ അടുത്ത് ഓക്കെ പാപ്പ ശരി എന്നാ ഞങ്ങളെന്നാ അങ്ങോട്ട് പോവാം, എല്ലാത്തിനും നന്ദിയുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുകയാണ്. അപ്പൊ നാമി അയാളോട് സോറിയും പറയുന്നുണ്ട്. നാമിയുടെ എക്സ്പ്രഷനൊക്കെ കണ്ടില്ലേ. അപ്പൊ സോറോ ആണെങ്കിൽ അവിടുത്തെ കാവൽക്കാരെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് അങ്ങ് സെറ്റായിട്ട് ഇങ്ങനെ പോവാണ്, അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞാൽ സാഞ്ചി സോറോയോട് ദേഷ്യപ്പെടുന്നുണ്ട്, നിന്റെ ഈ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ടാണ് ലൂഫി ഇങ്ങനെ പെരുമാറുന്നത്, അതൊക്കെ ഒന്ന് ആലോചിക്കണമെന്ന് പറയുന്നുണ്ട്. സോറോ ഒന്നും ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. ഉടനെ ബൈക്കുകാരൻ നേരെ കാസ്റ്റിലിന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ എല്ലാം പൊളിഞ്ഞു കിടക്കുന്നതാണ് കാണുന്നത്. അപ്പൊ അയാൾ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇവിടെ എന്ത് സംഭവിച്ചു എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ലൂഫി ആണെങ്കിൽ ഒരു സാഹസിക യാത്രയ്ക്ക് പോകുന്ന പോലെ ഇങ്ങനെ ത്രില്ലടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലൂഫി പറയാണ് ഓ ദൈവം, കാവൽക്കാര് കുറെ ഉണ്ടല്ലേ, കിടിലമായിരിക്കും എന്ന് വിചാരിച്ച് ഇങ്ങനെ ഓടുന്നുണ്ട്. ഉടനെ അവരെല്ലാം ലൂഫിയുടെ പുറകെ ഓടുന്നുണ്ട്. അപ്പോൾ ഞാൻ ചുറ്റും ഇന്നും വീടുകളൊന്നും കാണുന്നില്ലല്ലോ എന്ന് അവരിങ്ങനെ ചിന്തിക്കുന്നു. അതേപോലെ തന്നെ റോഡും തീരുന്നില്ല, ഇങ്ങനെ നേരുന്ന് മുന്നോട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ അവർ പറയുന്നുണ്ട് ആ കാസ്റ്റിൽ തന്നെയല്ലേ നമ്മൾ മുമ്പ് കണ്ടത്, അത് പിന്നെയും കാണുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ അവർ ചിന്തിക്കുന്നു. അപ്പോൾ ലൂഫി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ലൂഫിയുടെ എതിരെ ഒരാൾ ഇങ്ങനെ ഓടി വരുന്നത് ലൂഫിക്ക് കാണാൻ പറ്റും. ഈ എൽബാഫിന്റെ ഇവരിട്ടേക്കുന്ന പോലത്തെ ഒരു കോസ്റ്റ്യൂം ഒക്കെ ഇട്ട ഒരാളാണ് ഈ ഓടി വരുന്നത്. അപ്പോൾ ലൂഫി ചിന്തിക്കുകയാണ് അത് ആരാണെങ്കിലും കുഴപ്പമില്ല, അവനെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോകും എന്നിങ്ങനെ പറഞ്ഞ് ലൂഫി ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ലൂഫിയുടെ പുറകിൽ ആ സ്ട്രോ ഹാറ്റ് കിടപ്പുണ്ട് കേട്ടോ, കഴിഞ്ഞ ചാപ്റ്ററിൽ സ്ട്രോ ഹാറ്റ് കാണാനില്ലായിരുന്നല്ലോ. അപ്പോൾ ലൂഫി നേരെ ചെന്നിട്ടൊരു കണ്ണാടിയിലോട്ട് ചെന്ന് ഇടിച്ച് കണ്ണാടി അങ്ങ് പൊട്ടുകയാണ്. അപ്പോൾ ലൂഫി ആ ഓടി വരുന്നത് കണ്ടത് ലൂഫിയുടെ തന്നെ റിഫ്ലക്ഷൻ ആയിരുന്നു. അപ്പോൾ ആ കണ്ണാടി പൊട്ടിയപ്പോഴത്തേക്ക് ആ മുകളിലത്തെ സ്കൈയും എല്ലാം അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു, എല്ലാം ഒരു ഫേക്ക് ആയിരുന്നു, മാനിപ്പുലേഷൻ ആയിരുന്നു എന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. ഫുൾ ഇടിച്ച് പൊട്ടിച്ച് ആ സ്കൈ മേൽഭാഗം എല്ലാം ബ്രേക്ക് ആവുകയാണ്, ഫുൾ ഒരു കണ്ണാടിയാണ്. അപ്പോൾ ഈ ടൗണിലുള്ളവരൊക്കെ അവർ നോക്കുമ്പോൾ അവർക്കും ഈ മിററിന്റെ അവിടെ ബ്രേക്ക് ആയിരിക്കുന്ന കാണാമല്ലോ. അപ്പോൾ അവരും പറയാണ് അയ്യോ സ്കൈ ബ്രേക്ക് ആയി, ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, നമ്മുടെ പട്ടണത്തിൽ ഫുൾ ഇന്ന് പ്രശ്നമാണല്ലോ എന്നൊക്കെ അവരിങ്ങനെ ചിന്തിക്കുന്നു. അപ്പോൾ ആ കണ്ണാടി പൊട്ടിയ ആ ഭാഗത്ത് ഇങ്ങനെ സാഞ്ചിയും സോറോയും നാമിയും ഉസോപ്പും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവർ ചോദിക്കുക ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മുന്നിലത്തെ ആ ഒരു വ്യൂ നമ്മളെ കാണിക്കുന്നുണ്ട്. അതായത് ഒരു വലിയ കേജാണ്, ഒരു ജയന്റ് മുറിക്കുള്ളിലെ ഒരു കേജ് സെറ്റപ്പിനകത്താണ് ഈ ഒരു ടൗണ് തന്നെ ഉള്ളത്. അപ്പൊ അതിങ്ങനെ ഒരു ഗ്രില്ലൊക്കെ ഇട്ടിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പുറത്തായിട്ട് ഒരു വലിയ ടേബിൾ ഉണ്ട്, ആ ടേബിളിന്റെ പുറത്ത് ഒരു വലിയ തയ്യൽ മെഷീനൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്ത് സെറ്റപ്പാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ നാമി പറയുന്നുണ്ട് ഇതെന്തായാലും ഒരു ജയന്റിന്റെ മുറി തന്നെയാണ്. അപ്പൊ സോറോ ചോദിക്കുന്നുണ്ട് ഇത് നമ്മളിരുന്ന ആ എൽബാഫിന്റെ ഷിപ്പിനകത്തെ മുറിയൊന്നും അല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നു. അപ്പം ഉസോപ്പും പറയാണ് അതിനകത്തെ മുറിയൊന്നും അല്ല, അതിനകത്ത് ഇങ്ങനെ ഒരു മുറി ഇല്ലായിരുന്നു എന്നിങ്ങനെ പറയുന്നു. അപ്പൊ സാഞ്ചി പറയാണ് ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഈ ഏതോ ഒരു ജയന്റ് ഒരു വലിയ കൂടുണ്ടാക്കിയിട്ട് അതിനകത്ത് മനുഷ്യരെയൊക്കെ വളർത്തുമൃഗങ്ങളെ പോലെ ഇട്ട് വെച്ചേക്കുന്ന പോലെ തോന്നുന്നു, അതിനകത്ത് നമ്മളിപ്പോൾ ട്രാപ്പായി കിടക്കുകയാണെന്നാണ് സാഞ്ചി പറയുന്നത്. അപ്പൊ പുറത്തുനിന്ന് ഒരു സൗണ്ട് കേൾക്കുകയാണ്, ആരാ അവിടെ സംസാരിക്കുന്നത്, എന്നെ ഒന്ന് രക്ഷിക്കണം ഇങ്ങനെ ആരോ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത പാനൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ചോപ്പറാണ്. ചോപ്പർ അവിടെ കിടന്ന് കരയാണ്, നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ചോപ്പർ ഓടി നാമിയുടെ പുറത്തോട്ട് ഇങ്ങനെ ചാടി വീഴുകയാണ്. അപ്പൊ ചോപ്പർ പറയാണ് എന്നെ കെട്ടിയിട്ടിരുന്ന ചങ്ങല എനിക്ക് പൊട്ടിക്കാൻ പറ്റിയേയില്ല, ഇവിടെ കിടന്ന് ചത്തുപോകുന്ന ഞാൻ കരുതിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ സോറോ ആണ് ആ ചങ്ങല പൊട്ടിച്ചത്, സോറോ ആ ചങ്ങല പൊട്ടിച്ച് കൈ പിടിച്ചേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നാമി പറയാണോ വിഷമിക്കാതിരിക്കടാ മോനെ, കുഴപ്പമൊന്നുമില്ല, നിനക്കിപ്പോൾ പ്രശ്നമൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ വന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. പിന്നെ ഞാൻ നിന്നെ ഇപ്പൊ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചതിന് പ്രത്യുപകാരം വേറെ ചെയ്യണമെന്ന് നാമി പറയുന്നുണ്ട്. പിന്നെ ചോപ്പർ ഞെട്ടുന്നു,
ഉസോപ്പ് ഉടനെ നാമി എടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്, എടി നീയും കുറച്ചു മുമ്പേ ഇതുപോലെ കരഞ്ഞുകൊണ്ട് നടക്കുമല്ലായിരുന്നോ, എന്നിട്ട് ചോപ്പറിനോട് ഇങ്ങനെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർ ആ മുറി ഫുള്ള് ചെക്ക് ചെയ്യുകയാണ്. അപ്പൊ സോറോ പറയാണ് ഇത് എന്തായാലും ഒരു ജയന്റിന്റെ മുറിയാണ്, പക്ഷെ ഇവിടുത്തെ തുണികളൊക്കെ കണ്ടില്ലേ, എല്ലാം സാധാ മനുഷ്യർക്ക് ഫിറ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള തുണികളാണ്. അപ്പൊ നമ്മൾ ഈ തുണിയൊക്കെ ഇട്ടേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഏതോ ഒരുത്തൻ നമ്മളെ പാവകളെ പോലെ തുണി ഉടുപ്പിച്ച് നിർത്തിയേക്കുവാണെന്നേ തോന്നുള്ളൂ എന്ന് ഇങ്ങനെ സോറോ പറയുന്നുണ്ട്. അപ്പോൾ ഉസോപ്പ് ഇവിടെ ഇരുന്ന് ആ തുണിയെല്ലാം ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഉസോപ്പ് പറയുന്നുണ്ട് ഇതെല്ലാം കൂടെ കണ്ടിട്ട് സൺഗോഡ് ആളൊരു ലോലനാണെന്ന് തോന്നുന്നു, അതേപോലെ തന്നെ നല്ല കഴിവുള്ള മനുഷ്യനൊക്കെയാണെന്ന് തോന്നുന്നു ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ലൂഫി ആണെങ്കിൽ അവിടുത്തെ ഫ്ലോറൊക്കെ പരിശോധിക്കുകയാണ്. അപ്പോൾ ലൂഫി പറയുന്നത് ഇവിടെ എല്ലാം കുറേ ഇങ്ങനത്തെ ലെഗോ ബ്ലോക്കുകളാണ്, ഫുള്ള് ഈ ടോയ് ഹൗസ് ഉണ്ടാക്കാൻ രീതിയിലുള്ള ലെഗോ ബ്ലോക്കുകളാണ് ഇവിടെ മൊത്തം ഇങ്ങനെ പറയുന്നു. അപ്പോൾ സാഞ്ചിയും പറയാണ് ഈ ടൗൺ ഫുൾ അതുകൊണ്ടല്ലേ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, അതാണ് ഇവർ ആ മുയലിനെ കത്തിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഇങ്ങനത്തെ ഈ ബ്ലോക്കിന്റെ മണ്ടക്കിട്ടല്ലേ കത്തിച്ചത്, അപ്പൊ അതുകൊണ്ടാണ് ഒരു സ്മെല്ല്, ഒരു വല്ലാത്ത ഈ പ്ലാസ്റ്റിക്കും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എരിയുന്ന ടൈപ്പ് ഒരു സ്മെല്ലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അത് അതിന്റെ ആ സിന്തറ്റിക്, അതിന്റെ ആ റസിന്റെ സ്മെല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ആ ടേസ്റ്റിനും അങ്ങനെ ഒരു വ്യത്യാസം വന്നതെന്ന് ഇങ്ങനെ പറയുന്നു. പിന്നെ സാഞ്ചി വേറൊരു കാര്യം പറയാണ്, അതായത് ആ ടൗണിൽ നിന്ന് നോക്കിയപ്പോൾ ഇതൊരു മിററായിരുന്നു, അപ്പം ഈ സ്കൈയുടേത് പിന്നെ അല്ലാത്ത സീനറി ഒക്കെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരുന്നത്, അപ്പം ആൾക്കാർക്ക് ഇത് ഫ്രണ്ടിൽ ഒരു മിറർ ഉണ്ടെന്ന് മനസ്സിലാവത്തില്ല, അങ്ങോട്ട് റെസ്ട്രിക്ഷനും ആണല്ലോ. പക്ഷേ ഈ മുറിക്കകത്തു നോക്കി കഴിയുമ്പോൾ അത് ട്രാൻസ്പെറന്റ് ആണ്. അപ്പൊ ഈ ജയന്റിന് ഒരു വലിയ കൂട്ടിനകത്ത് ആൾക്കാരെ ഇട്ടിങ്ങനെ നിരീക്ഷിക്കുകയും ചെയ്യാം, അവരാരും ഈ കാര്യം അറിയേയില്ല. അപ്പൊ ഇതൊരു കിടിലം പരിപാടിയാണല്ലോ എന്നൊക്കെ ഇവരകത്തിരുന്ന് ഇങ്ങനെ പറയുന്നുണ്ട് സ്ട്രോ ഹാറ്റ്സ്. അപ്പൊ സാഞ്ചി നാമിയടുത്ത് പറയുന്നുണ്ട്, നാമി സാൻ അടുത്ത തവണ എന്നാൽ നിങ്ങളുടെ ലേഡീസ് റൂം ഞാൻ ക്ലീൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. കാര്യം അളിയാൻ അവിടെ ഇങ്ങനെ ഒരു കണ്ണാടി കൊണ്ടങ്ങ് വെച്ചാൽ മതിയല്ലോ, അതാവുമ്പോൾ സാഞ്ചിക്ക് നൈസായിട്ട് സീൻ പിടിക്കുകയും ചെയ്യാം, ഇവർ കണ്ണാടിയാണെന്ന് വിചാരിച്ചോളും. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇജാദിച്ചിന്റെയൊക്കെ സാഞ്ചിക്ക് മാത്രമേ വരൂ. അപ്പൊ ഈ പറഞ്ഞ സജഷൻ സാഞ്ചിക്ക് ചെവിക്കുറ്റി തീർത്തറഞ്ഞ നാമി കൊടുത്തിട്ടുണ്ട്. അപ്പൊ സോറോ ഇങ്ങനെ ചോദിക്കുകയാണ്, അപ്പൊ ഇതെല്ലാം ഒരു ജയന്റിന്റെ സൃഷ്ടിയാണെന്നാണോ പറയുന്നത്, അപ്പൊ അതായത് അയാള് ഇങ്ങനെ ഒരു വലിയ കേജ് ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ കുറെ മൃഗങ്ങളെയും പിന്നെ സാധാ മനുഷ്യരെ ഇട്ടിട്ട് അവരെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണോ, അതാണോന്നാണോ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഉസോപ്പ് പറയുന്നുണ്ട്, അയ്യോ കേട്ടിട്ട് തന്നെ എന്തോ പോലെ, ഇത് ശരിക്കും എൽബാഫ് തന്നെയാണോ, എൽബാഫിലുള്ള ഏതെങ്കിലും ജയന്റിന്റെ ഒരു വീടാണോ ഇത് ശരിക്കും എന്ന് ഇങ്ങനെ ഉസോപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ചോപ്പർ ആണെങ്കിലോ ഇത് കൊള്ളാമല്ലോ, ഇതെന്ത് പരിപാടി ചെയ്തെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഉടനെ നാമി പറയാണ് നമുക്കൊന്നും ഉറപ്പിക്കാറായിട്ടില്ല, നമുക്ക് ഊഹങ്ങൾ മാത്രമേ ഉള്ളൂ, ഇതൊരു ജയന്റിന്റെ വീടാണ്, സെറ്റപ്പ് ആണെന്നുള്ള കാര്യം മാത്രമേ നമുക്ക് അറിയൂ, വേറൊന്നും അറിയില്ല എന്നിങ്ങനെ നാമി പറയുന്നുണ്ട്. അപ്പൊ ചോപ്പർ പറയാണ് നമുക്ക് പുറത്തു പോയി നോക്കാം, എന്നാലേ കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ, ക്രൂവിലുള്ള ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ എന്താണെന്ന് അറിയണ്ടേ, അതേപോലെ ഇവിടെ ജയൻസ് തിരിച്ചു വരുന്നതിന് മുമ്പേ നമുക്ക് ഇവിടുന്ന് കടക്കണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഉസോപ്പ് പറയാണ് നമുക്ക് ഈ മറ്റേ ടൗണിലോട്ട് തന്നെ തിരിച്ചു പോയിട്ട് കുറച്ചുകൂടെ ഇൻഫർമേഷനൊക്കെ സംഘടിപ്പിക്കാം, അല്ലാതെ ചാടിക്കയറി നേരെ ജയൻസുമായിട്ട് ഫൈറ്റിനും പരിപാടിക്കും ഒന്നും പോകരുത്, അത് ബുദ്ധിയല്ല എന്നിങ്ങനെ ഉസോപ്പ് പറയുന്നുണ്ട്. എന്നിട്ട് ലൂഫിയെ ഇങ്ങനെ വിളിക്കുകയാണ്. അങ്ങനെ അവർ തിരിഞ്ഞു നോക്കി കഴിയുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ ഒരു വലിയ രാക്ഷസ പാമ്പ് ഇങ്ങനെ വായും പൊളിച്ചു വന്ന് നിൽക്കുകയാണ്. അപ്പൊ ലൂഫി പറയാണ് ഞാൻ ഇതിനെ ഒന്ന് ഇടിച്ച് ശരിയാക്കിക്കോട്ടെ, അതിന് പ്രശ്നമുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഉസോപ്പ് അവിടെ കിടന്ന് അലക്കുകയാണ്, അതിനെ തല്ലിക്കൊല്ല് എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടന്ന് അലക്കുന്നുണ്ട്. അപ്പോൾ ഒരു താഴോട്ട് നോക്കി കഴിയുമ്പോൾ വലിയ എലികൾ 2-3 ഇങ്ങനെ വരുന്നു. മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു വലിയ കാക്ക, ഒരു തലയോട്ടിയൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്ന ഒരു കാക്ക ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇവർ ചിന്തിക്കുന്നുണ്ട് ഇതാണോ ഇനി ആ ബൈക്കുകാരൻ പറഞ്ഞ കാവൽക്കാരെന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ അലങ്കോലമായി കിടക്കുന്ന സ്ഥലത്തിനെയൊക്കെയാണോ അങ്ങനെ ടെമ്പിൾ എന്ന് ഉദ്ദേശിച്ചതെന്ന് സ്ട്രോ ഹാറ്റ്സ് ചിന്തിക്കുകയാണ്. അതേപോലെ തന്നെ അവർ ലൂഫിയോട് പറയുന്നുണ്ട് നീ അല്ലേ കുറച്ചു മുമ്പേ റാബിറ്റിനെ തോൽപ്പിച്ചത്, അപ്പോൾ ഈ ജീവികളെയും കൂടെ നീ അങ്ങ് തോൽപ്പിക്കാനൊക്കെ ലൂഫിയോട് പറയുന്നുണ്ട്. അപ്പൊ ആരോ ഇങ്ങനെ നടന്നു വരുന്നത് നമുക്കിങ്ങനെ കാണാം, ഒരു ഹൈ ഹീൽസ് ഒക്കെയാണ് കാണുന്നത്, അപ്പൊ ഒരു പെണ്ണാണെന്ന് തോന്നുന്നു. അപ്പൊ ഈ സ്ട്രോ ഹാറ്റ്സ് ഇപ്പൊ പെട്ടിരിക്കുന്ന ഒരു മുറിയുടെ പുറത്തെ ഭാഗമാണ് നമ്മളെ കാണിക്കുന്നത്. അപ്പൊ കോറിഡോർ വഴി ആരോ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പൊ ആ മുറിയെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇസഡ് എന്നുള്ള ഒരു സിമ്പലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തടിയുടെ ബ്ലോക്ക് ഒക്കെ കൊണ്ടുവച്ചിട്ട് അടച്ചൊക്കെ വെച്ചേക്കുന്ന ഒരു മുറിയാണ്. അപ്പൊ കയ്യിൽ ഒരു ദണ്ടും പിടിച്ച് തല ഒരു മാനിന്റെ തലയോട്ടിയും വെച്ച് മറച്ച് ഒരു വലിയ ജയന്റ് ഇങ്ങനെ വരുന്നുണ്ട്. അധികം ഭയങ്കര തടിയില്ല, നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പൊ അതൊരു സ്ത്രീ ആണെന്നാണ് എന്റെ ഒരു ഗസ്. അപ്പൊ ആ മുറിക്കുള്ളിൽ നിന്ന് ഭയങ്കര ബഹളമൊക്കെ കേട്ടിട്ട് അതിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അകത്തുനിന്ന് ഇങ്ങനെ പറയുന്ന കേൾക്കാം, സൺഗോഡ് വരുന്നതിന് മുമ്പ് ആ ജീവികളെ അടിച്ച് താഴെയിട്, ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് തീർക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ലൂഫി അകത്ത് എന്തോ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, പുകയൊക്കെ പുറത്തോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ആ മുറിക്കകം ഫുള്ള് ലൂഫി കത്തിച്ചിട്ടുണ്ട്. അപ്പൊ ലൂഫി പറയുന്നുണ്ട് ഞാനായിട്ട് ചെയ്തതല്ല, ആ നെരിപ്പോടിരിക്കുന്നിടത്തു നിന്ന് അറിയാതെ തീ ഇങ്ങനെ ആയതാണ് എന്നിങ്ങനെ ലൂഫി ഇങ്ങനെ വിളിച്ചു പറയുന്നത് കേൾക്കാം. അപ്പൊ സൺഗോഡ് വന്നിട്ട് ആ കഥ ഇങ്ങനെ തുറന്ന് നോക്കി കഴിയുമ്പോഴത്തേക്ക് അകത്താണെങ്കിൽ ഫുള്ള് കുറെ തീയ്, ലൂഫി ആണെങ്കിൽ ആ ഗിയർ 5 ഫോമിൽ ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്, വാനോയിലൊക്കെ നിന്ന പോലെ. ഉടനെ സൺഗോഡ് ഇതെന്ത് കാണിച്ചു വെച്ചേക്കുന്നത് എന്റെ ടെമ്പിൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ അലയ്ക്കുന്നുണ്ട്. അപ്പൊ ലൂഫി ആണെങ്കിൽ ഇവിടെ മുടിഞ്ഞ ചിരിയാണ്, ഉസോപ്പൊക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നു. അപ്പൊ ഉസോപ്പ് വിളിച്ചു പറയുന്നുണ്ട് ലൂഫി നമ്മൾ കുഴപ്പത്തില്ല, സൺഗോഡ് തിരിച്ചു വന്നു, നമുക്ക് ഇപ്പൊ തന്നെ ഓടി ഇവിടുന്ന് പോകണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ സൺഗോഡ് ആണെങ്കിൽ ഇവരോടാകെ കലിപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോറോ അവിടെ ആ രാക്ഷസ കാക്കയെ ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലൂഫി ഇപ്പൊ അവിടെ ആ പാമ്പിനെ ഇടിക്കാൻ വേണ്ടിയിട്ട് അടുത്ത അറ്റാക്ക് ലോഞ്ച് ചെയ്യുന്നുണ്ട്, ഗമ് ഗമ് ഡോൺ പിസ്റ്റൾ.
ഒരൊറ്റ ഇടിക്ക് ആ പാമ്പിനെ ഇടിച്ച് ചപ്പാത്തിയാക്കി താഴെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ പാമ്പിനെയും ആ രാക്ഷസ കാക്കയെ ഇടിച്ചിട്ടിട്ട് അവരവിടുന്ന് രക്ഷപ്പെടുകയാണ്. അപ്പൊ അവര് നേരെ ആ ലെഗോ ബ്ലോക്ക് ഉള്ള ആ ടൗണിനകത്തോട്ടാണ് ഓടുന്നത്. അപ്പൊ അവരുടെ ഫ്രണ്ടിലേക്ക് നമ്മുടെ പഴയ രാക്ഷസ പൂച്ച ഇസ്കാറ്റ് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഉടനെ അവർ അതിന്റെ തലക്കിട്ടൊരു കൊട്ടു കൊടുത്തിട്ട് ഇപ്പൊ അതിന്റെ പുറത്ത് കയറി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ട്രോ ഹാറ്റ്സ് എല്ലാം കൂടെ. അപ്പൊ ചോപ്പറിന് ആനിമൽസിന്റെ ലാംഗ്വേജ് അറിയാമല്ലോ. അപ്പൊ ചോപ്പർ പറയുന്നു, ഈ പൂച്ച ഇപ്പൊ പറഞ്ഞത് ഞാനിതൊന്നും മറക്കാൻ പോകുന്നില്ല, അതായത് എല്ലാവർക്കും പണി തരും എന്നൊക്കെയാണെന്ന് പറയുന്നു. അപ്പൊ നാമി ഇവരുടെ അടുത്ത് വേറൊരു കാര്യം പറയാണ്. അതായത് നാമിയുടെ കയ്യിൽ ഇപ്പോൾ ഒരു മാപ്പുണ്ട്, പക്ഷെ അത് ഒരു നിധിയിലേക്കുള്ള മാപ്പൊന്നുമല്ല. പക്ഷെ ഇവരിപ്പോൾ ഉള്ള ഈ ടൗൺ ഉണ്ടല്ലോ, ലെഗോ ബ്ലോക്ക് കൊണ്ടുള്ള ഈ ടൗണിന്റെ ഒരു മാപ്പാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇവരുടെ പുറകെ തന്നെ സൺഗോഡും വരുന്നുണ്ട്. എന്റെ രാജ്യത്ത് കയറി കളിക്കാൻ നിനക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് സൺഗോഡ് ഇവരുടെ തൊട്ട് പുറകെ ഉണ്ട്. അപ്പൊ നാമി ആ മാപ്പ് നോക്കിയിട്ട് ഇങ്ങനെ പറയാണ്, നമ്മൾ ഈ ഡയറക്ഷനിൽ ഇപ്പൊ നേരെ പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് ഇപ്പൊ ഈ കണ്ട പോലെ തന്നെ വേറൊരു മിറർ ഉണ്ട്. അപ്പൊ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട് സൈഡ് പുറത്തേക്ക് കടക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇവർ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ടൗണിലുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്. അവര് പറയാണ്, അയ്യോ സൺഗോഡ് ആകെ കലിപ്പിലാണെന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ ഈ സൺഗോഡ് പറയുന്നത് നമുക്ക് കേൾക്കാം, നിന്നെ ഒന്നും ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സൺഗോഡ് ഇവരുടെ പുറകെ പോകുന്നത്. അപ്പൊ അവിടം കൊണ്ട് ഈ ചാപ്റ്റർ എൻഡ് ആവുകയാണ്. അപ്പൊ സ്ട്രോ ഹാറ്റ്സ് ഈ സൺഗോഡിന്റെ റോൾ പ്ലേയിങ് ഗെയിം സെറ്റപ്പ് ചെയ്യുന്ന രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ മനസ്സിലാക്കാം. അപ്പൊ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ എല്ലാവരും ഒന്ന് മറക്കാതെ ചെയ്യുക. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പോസ്റ്റ് യുവർ സജഷൻസ് ഇൻ ദ കമന്റ് സെക്ഷൻ. അപ്പൊ അടുത്ത ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണുന്നവരേക്കും ബൈ ബൈ.